Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാം പിന്നീട്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 4:45 ആയിട്ടുണ്ട്. കറക്റ്റ് 5 AM ആകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി പോകെ കാണാം. അങ്ങനെ നേരമൊക്കെ വെളുത്തു. ഒരു 7:30-8 മണി അകത്തായപ്പോഴത്തേക്ക് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാനുണ്ട്. എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന വരാറുണ്ട്. എത്ര പേർക്ക് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഞങ്ങളിതാ ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. ബൈക്കും കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ബൈക്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത്, അതും ലോങ് ഡ്രൈവ് കേട്ടോ. അപ്പോൾ ഞാനും മനുവും എൻ്റെ ആ ഒരു ആഗ്രഹം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ലോങ് ഡ്രൈവ് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും ലോങ്ങിൽ ഞാൻ ബൈക്കിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ പട്ടി ഷോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ബാക്കിൽ അവർ കാറിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എരുമേലി വഴിയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം പേട്ടത്തുള്ളലൊക്കെ കണ്ടു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇഫ്താർ പത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ ഞങ്ങൾ കയറി. അത്യാവശ്യം കുറേ ഞങ്ങൾ തപ്പി കേട്ടോ. ആ ഭാഗങ്ങളിലൊക്കെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാൻ തന്നെ പാടായിരുന്നു. അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുവാണ് എന്താ ഉള്ളത് കഴിക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഞാനിപ്പോഴും പറഞ്ഞിട്ടില്ല എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടെയാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നോക്കിക്കോ. എത്തിയിരിക്കുന്നത് വാഗമണിലാണ് കേട്ടോ. വാഗമണിൽ വന്നെത്തിയതേ ഉള്ളൂ. ഇപ്പം സമയം 11:11 നമ്മൾ 5 മണിക്കാണ് കേട്ടോ അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ വൺ ഡേ ട്രിപ്പാണ്. ജസ്റ്റ് നമ്മൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണല്ലേ. വലിയ ചൂടില്ല. ചിക്കു ചേട്ടൻ ഇവിടെ ഉണ്ട്, ആകാശ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ വലിയ ചൂടില്ലല്ലോ. നല്ല അത്യാവശ്യം ഇപ്പൊ ഇവിടെ എത്രയുണ്ട് ഡിഗ്രി? 17 ഡിഗ്രിയാണ്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ ഇനി മുകളിലോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി കാണാം. ഓക്കെ, നമുക്കിനി പോകാനുള്ളത് നമ്മള് ട്രെക്കിങ്ങിന് പോവാണ് കേട്ടോ. ഞാൻ പറ്റുകയാണെന്നുള്ളതൊക്കെ കാണിക്കാൻ കേട്ടോ. നമ്മൾ ട്രെക്കിങ്ങിന് പോവാണ്. ഇതെന്റെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ. എത്രയോ വർഷം മുന്നെയാണ് പോയത്. അപ്പം നമുക്ക് എന്തായാലും പോവാം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എനിക്ക് തോന്നുന്നു സീസൺ അല്ല, അതുകൊണ്ട് തന്നെ ഒരു 1800 റേറ്റ് പറഞ്ഞേക്കുന്നത്. നോക്കാം. പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ 2500 ആയിരുന്നു കേട്ടോ. സീസൺ അല്ലെങ്കിൽ റേറ്റ് കുറവായിരിക്കും. ഓക്കെ, ഞങ്ങളെല്ലാം ജീപ്പിൽ കയറിയിട്ടുണ്ട്. നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യുവാണ്. പക്ഷേ ട്രക്കിങ് ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, നമ്മളിപ്പോ ട്രെക്കിങ്ങിന് ഓഫ് റോഡ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇപ്പൊ നിൽക്കുന്നത് വെള്ളാരംകുന്ന് ടോപ്പ് സ്റ്റേഷനിലാണ് കേട്ടോ. ആദ്യത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കാം. വ്യൂ അടിപൊളി വ്യൂ. നോക്കി അടുത്ത നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോവുകയാണ് കേട്ടോ. അത് അടിപൊളി ട്രക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഫുൾ കുലുക്കവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യം നമ്മൾ വെള്ളാരംകുന്ന് ടോപ്പ് സ്റ്റേഷനിലാണ് പോയത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടുക്കി ഡാം നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോൾ ഇത് കാണുന്നത് ഇടുക്കി ഡാമാണ്. അത് നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിപ്പോ പാസ് എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൂടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിനി എവിടെയാണ് പോകുന്നത്? വെള്ളച്ചാട്ടത്തിലാണല്ലേ. ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നീ കൂടെ നോക്ക്. ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മുടെ ജീപ്പ് അടുത്ത സ്പോട്ടിൽ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം കാണാനാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്.
അപ്പോൾ അത് അടുത്ത സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വാട്ടർഫോൾ കാണാനാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ഈ ജീപ്പ് യാത്രയിൽ, ഈ ട്രക്കിങ്ങിനിടയിൽ ഇവർ തന്നെ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കും കേട്ടോ. എന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും. നമ്മളെപ്പോഴാണ് കയറുന്നത് അപ്പോഴേ അവർ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു പൈസ, കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്താണ് കേട്ടോ. ഇനി ഈ ഒരു സംഭവം, ഇത് ആ വെള്ളച്ചാട്ടം വലിയ ഒഴുക്കൊന്നും മീൻസ് നല്ല ആഴമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അത് അവിടെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ KCBയുടെ എന്തോ വയറെന്തോ ഊരിക്കിടപ്പുണ്ട്. അപ്പം ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല. നേരെ താഴോട്ടാണ് നടന്നു പോകുന്നത് കേട്ടോ. കണ്ടു ഇത് ബാക്കിൽ കയറുന്നത് വെള്ളച്ചാട്ടം. ഞാൻ ഇറങ്ങട്ടെ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനായിരുന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ കുറച്ച് അത്യാവശ്യം മീൻസ് കാലൊക്കെ വഴുതി പോകാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ അത് നമ്മൾ കയറുന്നുണ്ട് കേട്ടോ. കുറേ ചിരിച്ചായിരുന്നു, കാരണം നോക്കിയും കണ്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഒരു സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അതായത് റിവർ ക്രോസിംഗ് ആണ്. ആ പുള്ളി പറഞ്ഞു നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം ഈ ജീപ്പ് ഇവിടെ ഇട്ടിട്ട് കുറേ നേരം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു. കാലൊക്കെ കഴുകി നല്ല ഒരു വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിക്കാം, ഞങ്ങളിത് ഇറങ്ങുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുകയൊക്കെ ആയിരുന്നു. കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ തൊട്ടടുത്ത് തന്നെ ഈ സൂസൈഡ് പോയിൻറ്റിൻ്റെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ കരിക്ക് കുടിക്കാനായിട്ട് കയറുന്നുണ്ട് കേട്ടോ. അപ്പം കാണിച്ചു തരാം, അടിപൊളി വൈബാണ്. ജസ്റ്റ് കാണിക്കാം. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാട്ടോ ഇങ്ങോട്ട് പോയത്. ഇവിടെ നിന്ന് അധികം പോവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം പാമ്പുകളൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ കരിക്ക് കുടിക്കാനായിട്ട് കരിക്ക് അപ്പൂപ്പൻ ചെത്തി തരുവാണ്. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന പയ്യനാട്ടോ നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോയത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. ഇവിടെ വേറെ എന്തൊക്കെയാണ് കാണാനുള്ള സ്പോട്ട് എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഇനി അടുത്ത് ഇതിനൊരു പാർട്ട് 2 കാണും കേട്ടോ. അത് നിങ്ങൾ എന്തായാലും കാണണം. നമ്മൾ സ്റ്റേ ചെയ്ത കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഇതുപോലെ വരാം. അതുപോലെ നിങ്ങൾ പറയണം കേട്ടോ, ട്രാവൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ എന്നുള്ളത്. എങ്കിൽ അതും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. മറക്കല്ലല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ.